തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി കടപ്പ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കർമ്മേൽ സ്നേഹനിലയത്തിൻ്റെ വിശേഷങ്ങളാണ്. ഒപ്പം നിരാലംബരായവർക്ക് തണലൊരുക്കി നൽകുവാൻ ഇറങ്ങി തണൽ നഷ്ടപ്പെട്ട മനോജം കോശി വൈദ്യൻ എന്ന പുരോഹിതന്റെ ശുശ്രൂഷ വഴികളുമാണ്. എൻ്റെ പേര് ഫാദർ മനോജം കോശി വൈദ്യൻ. കർമ്മേൽ സ്നേഹനിലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ദൈവകൃപയാൽ പ്രവർത്തിച്ചു വരുന്നു. കർമ്മേൽ സ്നേഹനിലയം തേവലക്കരയുടെ ദേശത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷക്കാലം പിന്നിടുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ കരസ്പർശമാണ് എപ്പോഴും ഈ സ്നേഹനിലയത്തെ കൈത്താങ്ങായി നടത്തിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ ഏറെ ആസ്വദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ സ്ഥിതിയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഒരാളെ അല്ലെങ്കിൽ 2 പേരെ, കൂടി വന്നാൽ 5 പേരെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി ആരും അറിയാതെ ഏറ്റെടുത്ത് അവരുടെ ജീവിതാവസാനം വരെ അവരെ പുലർത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുമാണ് ഇന്ന് സ്നേഹനിലയം 58 പേരടങ്ങുന്ന ഈ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ ബലഹീനനായ എന്നെ സർവശക്തനായ ദൈവം സഹായിക്കുന്നത്. ഒരാളെ അല്ലെങ്കിൽ 5 പേരെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് 58 പേരിൽ എത്തി നിൽക്കുമ്പോഴും കർമ്മേൽ സ്നേഹനിലയം ശൂന്യതയുടെ വലിയൊരവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആളെണ്ണം മാത്രമാണ് വളർന്നിട്ടുള്ളത്. ഇവിടുത്തെ കുടുംബക്കാരായി താമസിക്കുന്നത് വഴിയോരങ്ങൾ വിശ്രമകേന്ദ്രങ്ങളാക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 58 സഹോദരങ്ങളാണ്, അപ്പന്മാരാണ്, അമ്മമാരാണ്. ഇത് 4ാമത്തെ വാടക കെട്ടിടമാണ് സ്നേഹനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ വിനിയോഗിച്ചു വരുന്നത്. ആദ്യം ഒരു ചെറിയ വാടക വീട് എൻ്റെ വീടിനോടടുത്ത് തന്നെ എടുത്താണ് ഒരാളിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് സ്നേഹനിലയം. അന്നൊന്നും ഈ വലിയ കാഴ്ചപ്പാടുകൾ നമ്മളെ ദർശനങ്ങളോ ഒന്നുമില്ലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 10ഓളം വർഷങ്ങൾ പൂർത്തീകരിച്ച് ഇടവക ശുശ്രൂഷകളുമായി ജീവിതം തുടരവേ നിസ്സഹായ യാചനകളുമായി തൻ്റെ മുമ്പിൽ വന്ന് തൻ്റെ കരം പിടിച്ച മനോനില തെറ്റിയ ഒരു വ്യക്തിയെ സ്വന്തം ഭവനത്തിൽ സംരക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ശുശ്രൂഷ ഇന്ന് 58-ൽ പരം നിരാലംബരും രോഗികളുമായ വ്യക്തികൾക്ക് സ്വന്തമായി തണലൊരുക്കി നൽകുവാനുള്ള പരിശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. 15 കൊല്ലം പൗരോഹിത്യ മേഖലയിൽ ശുശ്രൂഷിക്കുമ്പോൾ 10ാമത്തെ കൊല്ലം ആണ് ഒരു പ്രത്യേക ദർശനം. അഗതികളെ കരുതണം, അത് വിശുദ്ധ വചനത്തിൽ നിന്നും ലഭ്യമായ ഒരു ഉൾവിളിയാണ്. അങ്ങനെയാണ് ഒരു 5 പേരെ ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു ദർശനത്തിൽ നിന്ന് ആണ് ഈ കർമ്മേൽ സ്നേഹനിലയം വളർന്ന് ഇപ്പോൾ 58 പേരിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചെറിയ വീടിൻ്റെ പരിമിതികൾ, ആളിൻ്റെ എണ്ണം കൂടിയപ്പോൾ വീണ്ടും കുറച്ചുകൂടെ വലിയൊരു വീടെടുക്കുകയും അതിനുശേഷം വീണ്ടും അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു വലിയ വീടെടുത്തു. അങ്ങനെ ഇരിക്കെയാണ് സ്വന്തമായ ഒരു സംവിധാനത്തിലേക്ക് വരണമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിച്ചതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബഹുമാന്യനായ പ്രേമേന്ദ്രൻ സാർ MP ഇവിടെയൊക്കെ ഒരു ഉദ്ഘാടന കർമ്മത്തിനായി കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ മാർഗദർശനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആ ഒരു വഴിക്ക്, സ്ഥിരം സംവിധാനം എന്നൊരു വഴിയിലേക്ക് കൂടുതലായി ചിന്തിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ കുഴുവിളയിൽ PC കോശി വൈദ്യൻ അവറുകൾ, പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം, നമുക്ക് 1 ഏക്കർ 4 സെൻറ്റ് സ്ഥലം 2 വർഷം കൊണ്ട് പൈസ കൊടുത്ത് തീർത്താൽ മതി എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഭവനം നിർമ്മിക്കുവാനായിട്ട് വിട്ടു നൽകിയിട്ടുണ്ട്.
എന്നാൽ യഥോചിതമായി പെട്ടെന്ന് പണി പൂർത്തീകരിക്കുവാൻ കയ്യിൽ സാമ്പത്തികമില്ലാത്തതിനാൽ പകുതി വഴിക്ക് ആ ഭവനത്തിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വാടക വീട് എടുത്ത് ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കോവൂര് മരങ്ങാട്ടിൽ രാജു മാത്യു അവറുകൾ അദ്ദേഹം വളരെ മനസ്സോടെ അച്ഛൻ ഈ ഭവനം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഭവനം ഇപ്പോൾ 1 വർഷത്തെ കാലാവധിക്ക് തന്നിരിക്കുന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞത് അച്ഛൻ്റെ ഭവനത്തിൻ്റെ പണി, സ്വന്തമായ ഭവനത്തിൻ്റെ പണി തീരുന്നിടം വരെ അച്ഛൻ ഈ ഭവനം ഉപയോഗിക്കാം എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 30-ാം തീയതി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഭവനത്തിലേക്ക് മാറ്റി, അവരുടെ സാധന സാമഗ്രികളെല്ലാം മാറ്റി ഇനി 1 എന്ന് ഇവിടെ പണി തുടങ്ങുകയാണ്. അവരുടെ ബാത്റൂമുകൾ, അവരുടെ ഡൈനിങ് ഹാള്, കിച്ചണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 1 എന്ന് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഒരു ഭവനമെന്ന് പറയുമ്പോൾ, ഒരു വീടെന്ന് പറയുമ്പോൾ ഇതിന് ഒരു 2, 3, 4 മുറികളെ കാണുകയുള്ളല്ലോ. അപ്പോൾ ആ 4 മുറികളിൽ എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അല്പ സ്ഥലമെടുത്ത് കിച്ചണ്, വലിയ ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ അവരുടെ ബാത്റൂമുകൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ആശ്വാസമുള്ളത്, പുതിയ ആ ഭവനത്തിൻ്റെ പണി കഴിയുന്നിടം വരെ നമുക്ക് ഇവിടെ താമസിക്കുവാനുള്ള ഒരു സൗകര്യം പ്രിയപ്പെട്ട രാജാൻ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. നിലവിൽ കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിക്കടുത്ത വാടക ഭവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന കർമ്മേൽ സ്നേഹനിലയം ഓൾഡ് ഏജ് ഹോമിൻ്റെ തണലിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 58-ൽ പരം വ്യക്തികൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ താമസിച്ചു വരുന്നു. വലിയ ഒരു സാമ്പത്തിക ഭാരത്തോടെയാണ്, ഒത്തിരിയേറെ അപമാനങ്ങളും ഒത്തിരിയേറെ പ്രയാസങ്ങളും ഒത്തിരിയേറെ പരീക്ഷണങ്ങളും സഹിച്ചിട്ടാണ് ഇന്ന് സ്നേഹനിലയം ദൈവത്തിൻ്റെ കൈത്താങ്ങലോടുകൂടി ഇവിടെ നിൽക്കുന്നത്. സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നമുക്കെതിരെ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ഓരോ പഴികളും നമുക്ക് വരുമ്പോൾ അതിൻ്റെ 3 മടങ്ങായിട്ട് അനേകം പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹനിലയത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 1 രൂപയുടെ ആസ്തി പോലും ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ട് പരിശോധിക്കാം, അതിനകത്ത് എത്ര രൂപ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ ആശ്ചര്യത്തോടെ എന്നോട് ചോദിക്കും, എങ്ങനെ ഇത് നടക്കുന്ന വെച്ചാൽ. പക്ഷേ അവിടെയാണ് ഞാൻ നിങ്ങളോട് തുറന്ന് സമ്മതിക്കുന്നത്, ഇത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാനതിൻ്റെ ഒരു അരികത്ത് നിന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. 15 വർഷം പൗരോഹിത്യ മേഖല പിന്നിടുമ്പോൾ 10 വർഷം ഞാൻ പള്ളികളിൽ ശുശ്രൂഷയിൽ ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ഈ 10 വർഷവും വചനത്തിൽ നിന്നുള്ള ഒരു ഉൾക്കരുത്താണ്. അതായത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇപ്രകാരം അവരിലൂടെയാണ് എൻ്റെ ദർശനം. ഇങ്ങനെയുള്ളവരെ കരുതുന്നതിലൂടെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് എന്നുള്ള ഒരു വലിയ വാക്യത്തിൻ്റെ ഉൾപ്രേരണയാണ് സത്യത്തിൽ ഈ കർമ്മേൽ സ്നേഹനിലയം എന്ന ഈ അഭയസ്ഥാനം ബലഹീനനായി എനിക്ക് നയിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു ഉൾപ്രേരണ കിട്ടിയതും. നമ്മൾ കുറേ ഏറെ പ്രസംഗിച്ചു പോവുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലുമൊക്കെ നമുക്കെല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ലഭിക്കുന്നതിൽ നിന്നും ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുവാൻ സാധിച്ചാൽ അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. പരദേശിയെ ചേർത്തുകൊള്ളണമെന്നും വിധവകളെ സംരക്ഷിക്കണമെന്നും ദരിദ്രരെ സംരക്ഷിക്കണമെന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് എല്ലാ മതങ്ങളുടെയും ആപ്തവാക്യം. സ്നേഹനിലയത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ റോഡിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ പോലീസുകാരുടെ കയ്യിൽ എത്തപ്പെടുകയും അവർ നമ്മളെ വിളിച്ച് അവരെ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് അവർ ഏത് ദേശക്കാരാണ്, ഏത് ഭാഷക്കാരാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. പക്ഷേ ആ ഭാഷയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ
ഒരു മനുഷ്യനെന്ന നിലയിൽ അവരെ പരിപാലിക്കുവാൻ ദൈവം ഞങ്ങളെ സ്നേഹനിലയത്തിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ സജ്ജമാക്കുന്നു എന്നുള്ളത്, അതാണ് ഒരു വലിയ ദൈവകൃപ. ഇപ്പോൾ വ്രണമായിട്ട് വന്ന ഒരാളെ കഴുകി ശുദ്ധീകരിച്ച് അതിൽ മരുന്ന് വെച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. ജീവിത വഴികളിൽ നിരാലംബരാക്കപ്പെട്ടവരെ സംരക്ഷിക്കുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനുമായി 2020 മൈനാഗപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച കർമ്മേൽ സ്നേഹനിലയം ഇന്ന് 4ാമത്തെ വാടക ഭവനത്തിൽ പ്രവർത്തനം തുടരുകയാണ്. ഈ തരുണത്തിൽ എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ആർദ്രത എൻ്റെ മനസ്സിലേക്ക്, അത് നമ്മുടെ ഒരു മാജിക് ഷോയുടെ ഒരു ബുക്കിൽ ഞാനത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ മാർഗദർശനമാണ് സത്യത്തിൽ മറ്റാരേക്കാളിലും എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് മത്തായി വൈദ്യൻ, ശാന്തമ്മ, തേവലക്കരയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് വൈദ്യൻ ഫാമിലി. ആ വൈദ്യൻ ഫാമിലിയിലെ കാരവിള കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. പക്ഷേ കുടുംബത്തിന് പേരുണ്ടായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരേ സാമ്പത്തിക നിലവാരത്തിലുള്ളവരല്ല. എൻ്റെ മാതാപിതാക്കളും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവരാണ്. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ മറ്റു പലരെയും സഹായിക്കുന്നത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉൾക്കരുത്ത്, എൻ്റെ ഒരു ബലം എൻ്റെ അപ്പനും അമ്മയും തന്നെയാണ്. അത് പരാമർശിക്കാതെ യാതൊരു നിർവാഹവുമില്ല. നമുക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. പ്രസംഗം തെറ്റാണെന്നല്ല ഈ പറയുന്നത്. പ്രബോധനം വേണം. അതോടൊപ്പം നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം. അതാണ് ഞാൻ ആദ്യമേ അങ്ങനെ ചിന്തിച്ചത്. 1 or 2 അല്ലെങ്കിൽ ഒരു 5 പേരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയിലേക്ക്, ഒരു സംരംഭത്തിലേക്ക്, അത് ആരും അറിയാതെ എന്നോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ അതിനെ 1 വാടക വീടായി, 2 വാടക വീടായി, 3 വാടക വീടായി, ഇതിപ്പോൾ 4ാമത്തെ വാടക വീടാണ്. നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് സ്വന്തമായൊരു ഭവനം. അതാരും ആഗ്രഹിക്കും. ഇപ്പം ഞാനും പേഴ്സണലി ആഗ്രഹിക്കും, എനിക്ക് സ്വന്തമായൊരു ഭവനം വേണം. എനിക്കും കുടുംബമുള്ളതാണ്. എനിക്കൊരു മകനും മകളും ഭാര്യയും ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ സ്വാഭാവികമായ ഒരു കുടുംബം ആവശ്യമായിരിക്കുന്നത് പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വന്തമായ ഒരു ഭവനം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. വാടക വീടുകൾ മാറി മാറി 58 പരം അനാഥ ജന്മങ്ങളുമായി ശുശ്രൂഷ വഴികളിൽ മനോജം കോശി വൈദ്യനച്ചൻ തൻ്റെ യാത്ര തുടരുകയാണ്. ഒരുപാട് അപമാനങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ, അത് പണമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിടുന്നതല്ല. ഓരോ അവസരങ്ങളിലും ഓരോ വ്യക്തികളെയും ദൈവം ഈ സ്നേഹനിലയത്തിൽ കൂട്ടായി ചേർക്കും. അത് ഒരു നേരത്തെ ഭക്ഷണത്തിലൂടെ ആകാം, ചെറിയ സാമ്പത്തിക സഹായങ്ങളിലൂടെ ആകാം, പലചരക്ക് സാധനങ്ങൾ തന്നിട്ടാവാം. ഒന്നുമില്ലെങ്കിൽ നമ്മളോടൊപ്പം കായികാധ്വാനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഇവിടെ വൃത്തിയാക്കാനും ഇവരെ ശുശ്രൂഷിക്കാനും ഒക്കെ കായികാധ്വാനപരമായി നമ്മളെ സഹായിക്കുന്നവർ കാണും. ബുദ്ധിപരമായി നമ്മളെല്ലാവരും ബുദ്ധിയിൽ തികഞ്ഞവരല്ല. ബുദ്ധിപരമായി ബുദ്ധി ഉപദേശിച്ച് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ ഏത് രീതിയിൽ ഒരു പ്രസ്ഥാനത്തിന് സഹായം ലഭ്യമാകുമോ അത്തരത്തിലെല്ലാം ദൈവം ഓരോ വ്യക്തികളിൽ കൂടിയും നമ്മളെ കരുതുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത് അത് ദൈവമുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അത് തുടങ്ങി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ കുറച്ച് സ്വർണമൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം തുടങ്ങി വെച്ചത്. ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം ശുശ്രൂഷ വഴികളിൽ ജീവകാരുണ്യ മേഖലയിൽ അനാഥരായവരെ ചേർത്തണച്ച് താൻ സംരക്ഷിച്ചു വരുന്നവരെ പാർപ്പിക്കുവാൻ സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഈ പുരോഹിതൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു സ്ട്രക്ചറാണ്. ഇതാണ് നമ്മുടെ ഭവന സ്വപ്ന പദ്ധതി. അവർക്കായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ക്രമീകരണങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭവന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ 2 വർഷം കൊണ്ട് നമ്മൾ ഈ 1 ഏക്കർ 4 സെൻറ്റിൻ്റെ പൈസ അദ്ദേഹത്തിന് കൊടുത്തു തീർക്കണം.
അത് ഒരു സെൻറ്റിന് 75,000 രൂപ വെച്ചാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ അഡ്വാൻസായിട്ട് 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അച്ഛനിവിടെ അച്ഛൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തോ എന്നുള്ള ഉറപ്പിന്മേൽ ആണ് നമ്മൾ ഈ ഭവന പദ്ധതിയുടെ ഈ പ്രാരംഭ നടപടി ഇവിടെ ആരംഭിച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് 4ാമതായി വാടകയ്ക്കെടുത്തിരിക്കുന്ന ഈ ഭവനത്തിൽ അവരുടെ ഈ പ്രിയപ്പെട്ടവർക്കുള്ള താമസ സൗകര്യങ്ങൾ ക്രമീകൃതമായി വരുന്നതേ ഉള്ളൂ. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 3 ലക്ഷം രൂപയോളം ഈ അവസ്ഥയിൽ നമുക്ക് ഇവിടെ ഈ വീട്ടിൽ ഇന്ന് വരെ ഈ സമയം വരെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ വീട്ടിലും ഇങ്ങനെയുള്ള ചിലവുകൾ ചെയ്യുന്നത് അതൊരു പാഴ് ചിലവാണ്. നമ്മുടെ സ്വന്തം സംവിധാനം എന്നുള്ള ഒരു ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോന്നും അവരുടെ ആവശ്യത്തിനായി അവിടെ തന്നെ നിലനിൽക്കും. ഇത് കഴിഞ്ഞ ആ വാടക വീട്ടിൽ നമ്മൾ താമസ സൗകര്യം ക്രമീകരിച്ച സമയത്ത് ഏകദേശം 9.5 ലക്ഷം രൂപ ഇവരുടെ പാർപ്പിട ക്രമീകരണങ്ങൾക്കായി നമ്മൾ ചിലവഴിക്കുകയുണ്ടായി. ആ വീട്ടിൽ നിന്നും നമ്മൾ അടുത്ത വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീടിൻ്റെ സ്ട്രക്ചറല്ല പുതിയതായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഒന്നേ എന്ന് ഇവിടെ തുടങ്ങിയാണ്. ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ ഒരു 3 ലക്ഷം രൂപ ഇവിടെ ചിലവായ ആ 3 ലക്ഷം രൂപ നമുക്ക് അവിടെ ലഭ്യമായിരുന്നെങ്കിൽ അതിൻ്റെ പണി കുറച്ചും കൂടെ നമുക്ക് തീർക്കാമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ അവിടുത്തെ ഭവനത്തിന് ഏകദേശം 22 ലക്ഷം രൂപയോളം നമുക്ക് ചിലവായി. 5,20,000 രൂപയുടെ മണ്ണ് മാത്രം. അത് വയലിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് അത് പൊക്കിയെടുക്കേണ്ടതും വെള്ളം കയറാതെ സംരക്ഷിക്കേണ്ടതും ആവശ്യമായതുകൊണ്ട് 5,20,000 രൂപയുടെ മണ്ണ് മാത്രം ആയി. സത്യം പറഞ്ഞാൽ ആ മണ്ണടിച്ച വ്യക്തിയൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് അഭിനന്ദിച്ചാലൊന്നും അതിൻ്റെ ഒരു നന്ദി പ്രകടനമാകുകയില്ല. കാരണം അവനവിടെ മണ്ണടിക്കാൻ തുടങ്ങി. 5ാമത്തെ ലോഡ് മണ്ണ് വരുമ്പോൾ എനിക്കൊരു കോള് വരികയും ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് പിന്നീട് അവൻ എനിക്ക് അടിച്ചു തന്ന മണ്ണ് മുഴുവൻ കടമാണ്. എൻ്റെ കയ്യിൽ വരുന്നതിനനുസരിച്ച് 5,000, 10,000 വെച്ചിട്ട് ഞാൻ കൊടുത്തു തീർക്കുകയാണ്. എന്നോട് അവൻ പറഞ്ഞൊരു വാക്കിതാണ്. അതാണ് എനിക്ക് അവനോടുള്ള നന്ദി. അച്ഛനോട് ഞാൻ പൈസ ചോദിക്കത്തില്ല, അച്ഛനുള്ളപ്പം എനിക്ക് പൈസ തന്നാൽ മതി. അങ്ങനെ ആ ഒരു ഓരോരുത്തരുടെയും അങ്ങനെയുള്ള ഓരോ സഹായ സഹകരണങ്ങൾ. ഇപ്പോൾ നമുക്ക് അവിടെ പണമായിട്ട് തന്നെ ലഭ്യമാകണമെന്നില്ല. 10 ചാക്ക് സിമൻറ്റ് കിട്ടിയാൽ അത് ഉപകാരമാണ്. കുറച്ച് കമ്പി കിട്ടിയാൽ അത് ഉപകാരമാണ്. ഒരു ബ്ലോക്ക് ഒരാൾ ഏറ്റെടുത്ത് പണി തരാമെങ്കിൽ അത് ഉപകാരമാണ്. നമുക്ക് പൈസ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യവും, നമുക്ക് ആ ഭവനം പൂർത്തീകരിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രം മതി നമുക്ക്. പലവിധമായ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ അവയെയൊക്കെ ദൈവകൃപയാൽ അതിജീവിച്ചുകൊണ്ട് മനോജം കോശി വൈദ്യനച്ചൻ ഈ അനാഥ ജന്മങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള പരിശ്രമങ്ങളിലാണ്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കർമ്മേൽ സ്നേഹനിലയം സ്ഥിര താമസ ക്രമീകരണത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവന സ്വപ്ന പദ്ധതി എന്ന പേരിൽ സ്വന്തമായി ഭൂമി വാങ്ങി കെട്ടിടം പണിയുന്നതിന് ഉള്ള പരിശ്രമങ്ങളിലാണ്. പൗരോഹിത്യ ശുശ്രൂഷയിൽ 10 വർഷം, അത് കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദൈവം എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായിപ്പോൾ. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് അത് ബോധ്യമാകും എന്നെനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ ഇത് തുടങ്ങി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആളുകൾ കൂടി. എൻ്റെ കൈ ഫണ്ടില്ല. ഒരു ചാക്ക് അരിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചിലവ് നടത്താൻ ഒരു ചാക്ക് അരിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ 2 തുള്ളി കണ്ണുനീര് താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ അതിന് പരിഹാരമായിട്ട് ദൈവം ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ മറ്റാരെയും നോക്കാതെ പറയുവാനായിട്ട് സാധിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദൈവം സമൃദ്ധമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് ഒരാളോട് ഒരു നേരത്തെ ഭക്ഷണം തരണേ എന്ന് പറയാതെ തന്നെ ഭക്ഷണം ലഭ്യമാകാനുള്ള ബന്ധങ്ങൾ ദൈവം നമുക്ക് ഈ 4 വർഷങ്ങളായിട്ട് തരുന്നു. പാലവിള UP സ്കൂളിന് സമീപം കോളശ്ശേരി ഭാഗത്ത് സുമനസായ ഒരു വ്യക്തി നൽകിയ 1 ഏക്കറോളം ഭൂമിയിൽ
താൽക്കാലികമായ ഒരു ഷെഡ് നിർമ്മിച്ച് വാടക ഭവനത്തിൽ നിന്നും ഈ 58 പേരെയും അവിടേക്ക് മാറ്റി പാർപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ് മനോജം കോശി വൈദ്യനച്ചൻ. നിലവിൽ നമുക്ക് 4ാമത്തെ വാടക വീട്ടിലേക്കാണ് മാറേണ്ടിയിരുന്നത്. അപ്പോഴാണ് സ്വന്തമായ ഒരു കെട്ടിടം എന്നുള്ള ഒരു ആശയത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാറും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അവിടെയൊക്കെ അഭിപ്രായം മാനിച്ച് ഇവിടെ നമ്മുടെ ഈ തേവലക്കരയുടെ മൈനാപ്പള്ളിയുടെ പ്രദേശത്ത് ആരെങ്കിലും നമ്മളെ ഒന്ന് സഹായിക്കുന്നവരുണ്ടോ എന്നുള്ള ഒരു തിരച്ചിലിനിടയിൽ പഴയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയായ ശ്രീ PC കോശിവൈദ്യൻ അവറുകൾ കുഴുവിളയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം 2 വർഷം കൊണ്ട് പൈസ കൊടുത്ത് തീർത്താൽ മതി എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ നമുക്ക് ഈ സ്ഥലം നൽകുകയാണ്. ഈ സ്ഥലത്താണ് നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഈ പദ്ധതികൾ ദൈവഹിതപ്രകാരം തുടങ്ങി വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. വാടക വീട്ടിലെ അധികമായ പാഴ്ചിലവുകളും നമ്മളുടെ ആ അപര്യാപ്തതയും ഒക്കെ കാരണം നമുക്കൊരു സ്വന്തം കെട്ടിടം എന്നുള്ള ഒരു വലിയ മോഹമാണ് നമ്മളിലുള്ളത്. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് അനിശ്ചിതത്വത്തിലേക്ക് നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വാടക കെട്ടിടം, നിലവിൽ 4ാമത്തെ വാടക കെട്ടിടത്തിലേക്ക് നമ്മൾ മാറുകയാണ് ഉണ്ടായത്. നമുക്ക് അങ്ങ് മുകൾ വശം മുതൽ താഴെ ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്ന എൻഡ് വരെ ഏകദേശം 1 ഏക്കർ 4 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. ഈ സ്ഥലത്തിന് 2 വർഷം കൊണ്ട് പൈസ കൊടുത്ത് നമ്മൾ തീരുമ്പോൾ മാത്രമേ നമ്മുടെ സ്വന്തമായിട്ട് ഈ ഭവനം മാറുകയുള്ളൂ, ഈ സ്ഥലം മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ കെട്ടിടത്തിന് അതൊരു താൽക്കാലിക കെട്ടിടമാണ്. ആ താൽക്കാലിക കെട്ടിടം പൂർത്തീകരിച്ച് വരണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ നമ്മൾ പൂർത്തീകരിച്ച് വരണമെങ്കിൽ 45 ലക്ഷം രൂപ ഇപ്പോൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഏകദേശം 22 ലക്ഷം രൂപ നമ്മൾ അതിനകത്ത് ചിലവഴിച്ചു. അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളവിടെ കണ്ടത്. ഇനി ഒരു 23 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവരെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ സംരംഭം വിജയിച്ചാൽ മാത്രമേ ഭവന സ്വപ്ന പദ്ധതി എന്ന ആഗ്രഹം സഫലമാക്കുവാനും വരും കാലങ്ങളിലും ഈ ദുരവസ്ഥ വന്നു ഭവിക്കുന്നവർക്ക് ആശ്രയമാം വിധം കരുതൽ നൽകുവാനും മനോജം കോശി വൈദ്യനച്ചന് സാധിക്കുകയുള്ളൂ. ഭാര്യ സുജ മറിയം മാത്യു, മകൻ ജോഷുവ, മകൾ അബീഗയിൽ എന്നിവരും സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനുഷ്യസ്നേഹികളായ ഒരുപറ്റം പ്രവർത്തകരും അച്ഛനോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു വരുന്നു. ആദ്യം ഒറ്റപ്പെടൽ ഭയങ്കരമായി അനുഭവിച്ചു. ഇപ്പം ഞാൻ പറയും, എന്നെ എതിർത്ത ഒത്തിരി പേര് ഇന്ന് എൻ്റെ കൂടെ, ഒറ്റപ്പെടുത്തിയവരിൽ ഒരുപാട് പേര് ഇന്ന് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അന്നതൊരു വേദനയായിരുന്നു. പക്ഷേ ആ ഓരോ വ്യക്തികളെയും ഞാൻ അവരോടൊന്നും പോയി ക്യാൻവാൻസ് ചെയ്യുകയോ ഞാൻ ഇന്നതാണെന്ന് പറയാനോ ഇതുവരെയും ഞാൻ പോയിട്ടില്ല. പക്ഷേ അവരെല്ലാവരും ഇന്ന് സ്നേഹനിലയത്തോടൊപ്പം എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട്. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ് ജേക്കബച്ചായ ഞാൻ പറഞ്ഞത്, ദൈവ സാന്നിധ്യം കൂടുതലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ തകർന്നു പോയേനെ. ഈ ഒറ്റപ്പെട്ട് ഞാൻ മാനസികമായി ബുദ്ധിമുട്ടി ഞാൻ വ്യതിചലിച്ച് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുടുംബം പോയേനെ. ഞാൻ ഈ സ്ഥാനത്ത് ഇതൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഞാൻ വേറെ എന്തൊക്കെയോ ആയിപ്പോയേനെ. പക്ഷേ ആ ഒറ്റപ്പെടലിൻ്റെ ഇടയിൽ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച ഒരു പാഠമാണ് പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് വലിയ വില തന്നെയുണ്ട്. കർമ്മേൽ സ്നേഹനിലയം വാർദ്ധക്യകാല ശുശ്രൂഷ കേന്ദ്രത്തിന് സ്വന്തമായി വസ്തുവോ കെട്ടിടങ്ങളോ ഇല്ല. കഴിഞ്ഞ 6 വർഷങ്ങളായി 4ഓളം വാടക ഭവനങ്ങളിൽ മാറി മാറി താമസമൊരുക്കിയാണ് ഇതിൻ്റെ പ്രവർത്തനം അച്ഛൻ തുടരുന്നത്. ചുറ്റുപാടുമുള്ള സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇടയ ശുശ്രൂഷ വഴികളിൽ ദൈവം തനിക്ക് നൽകിയ പ്രത്യേക ദർശനപ്രകാരം നിരാലംബരെയും ആശ്രയമറ്റവരെയും ചേർത്തുകൊണ്ട് മനോജം കോശി വൈദ്യനച്ചൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. നമുക്ക് ഒന്നും നൽകുവാൻ കൊടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയും നോവിക്കാതിരിക്കും. സഹായിച്ചില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഉപദ്രവം ആർക്കും കൊടുക്കാതിരിക്കുക. അത് നമ്മുടെ വാക്കുകൾ കൊണ്ടായാലും പ്രവൃത്തികൾ കൊണ്ടായാലും അതുമാത്രമേ സമൂഹത്തോട് പറയുവാനുള്ളൂ. കിട്ടുന്ന നന്മകൾ
അത് ഇവിടെ ആയാലും എവിടെ ആയാലും കിട്ടിക്കോട്ടെ. ഒരാൾ കോടീശ്വരനായിരുന്നിട്ട് അയാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സഹായിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ പിന്തിരിപ്പിച്ച് കളയരുത്. അവരിൽ കൂടി അനേകർക്ക് കിട്ടുന്ന സഹായങ്ങൾ അത് സ്നേഹനിലയത്തിന് മാത്രമല്ല, എവിടൊക്കെ കിട്ടുന്നു അതൊക്കെ കിട്ടിക്കോട്ടെ. നമ്മുടെ ഒരു വാക്കു മതി ഒരാളെ തളർത്താനും ഒരാളെ ജീവിപ്പിക്കാനും. ആ വാക്കുകൾ നല്ലതായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കുമായി പ്രത്യേകിച്ചും എനിക്കിപ്പോൾ 58 മക്കളെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഞാനൊരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ ഇവരുടെയൊക്കെ അച്ഛൻ, പ്രായം കൊണ്ട് ഞാൻ ചെറുപ്പമാണെങ്കിലും ഇവരുടെയൊക്കെ അച്ഛനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 58 മക്കളാണ് സ്നേഹനിലയത്തിൻ്റെ തണലിൽ, സ്നേഹനിലയത്തിൻ്റെ കൂരയിൽ ഈ ഭാരപ്രയാസങ്ങളൊന്നും അറിയാതെ സന്തോഷത്തോടെ കഴിയുന്നത്. അവരുടെ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. വലിയൊരു കാര്യം ഉള്ളത്, ഇനി നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടവർ. സ്വന്തമായ ഒരു ഭവനം എന്ന് ഒരു സ്വപ്നം കാണുന്നതിനകത്ത് വേറെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. നാളെ കാലത്ത് നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോയാലും സ്വന്തമായൊരു ഭവനം അവിടെ ഉണ്ടെങ്കിൽ 10 പേർക്ക് വീണ്ടും വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം തുറന്നിട്ട് കൊടുത്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അതിന് സർവശക്തനായ ദൈവം അനേകരിൽ കൂടി പ്രവർത്തിക്കട്ടെ. എന്നെ കേൾക്കുന്നവർ നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, അത് പ്രാർത്ഥനയിലൂടെ ആകാം, ഒരു നേരത്തെ ഭക്ഷണത്തിലൂടെ ആകാം, ഭവനത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള സാധന സാമഗ്രികളായിട്ടാകാം. ഏത് വിധത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ ആ വിധത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവിത വഴികളിൽ തളർന്നുപോയ ഒരു പറ്റം ആത്മാക്കൾക്ക് തണലൊരുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മനോജം കോശി വൈദ്യനച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കും ദൈവസ്നേഹത്തിൽ പങ്കാളികളാകാം. ഈ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് വിശാലമാക്കാം. നിരവധി പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും മധ്യേ ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം ആലംബമറ്റവരോടൊപ്പം യാത്ര തുടരുന്ന മനോജം കോശി വൈദ്യനച്ഛൻ്റെയും മൈനാഗപ്പള്ളി കടപ്പ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരുന്ന കർമ്മേൽ സ്നേഹനിലയം വാർദ്ധക്യകാല ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.